നെക്സ്റ്റ് മക്കളുടെ പേജ് നമ്പർ 95 ഭാഷാജ്ഞാൻ. പേജ് നമ്പർ 95 ഭാഷാജ്ഞാൻ. ഇതിൽ शब्दों को सही अर्थ से मिलाइए और वाक्यों में प्रयोग कीजिए. ശബ്ദം തന്നിട്ടുണ്ട്, കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ നേരെ വേറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഓരോ വേർഡിൻ്റെ ശരിയായ മീനിങ് അതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതണം, അതിന് മാച്ച് ചെയ്ത് എഴുതണം, എന്നിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്ന വേർഡ് വെച്ചാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. ഓക്കെ, മീനിങ് വെച്ചല്ല. അപ്പം സത്യ, സൃഷ്ടി, പർവ്, പ്രാണിദയ, മിഷ്ഠാന്ന. സത്യ, സൃഷ്ടി, പർവ്, പ്രാണിദയ, മിഷ്ഠാന്ന. ഇത്രയും വേർഡ്സാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ നേരെ തന്നിട്ടുണ്ട് കുറച്ച് വേർഡ്സ്. മീഠാ ഭോജൻ, ത്യോഹാർ, ജീവൻദയ, ജഗത്ത്, സച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ വേർഡിൻ്റെയും വാക്യത്തിൽ പ്രയോഗിച്ചിട്ട് വേണം, ഓരോ വേർഡും അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം ഇത് നിങ്ങൾ നോട്ടിൽ തന്നെ എഴുതണം. കാരണം ഓരോ വേർഡിൻ്റെയും മീനിങ് അതിൻ്റെ നേരെ എഴുതിയിട്ട് വേണം ആ വേർഡ് വെച്ച് വാക്യത്തിൽ പ്രയോഗിക്കാൻ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല. സത്യ എന്ന് വെച്ചാൽ ഏതാണ് മീനിങ് വരുന്നത്? എല്ലാവർക്കും അറിയാം, സച്ച് അല്ലേ, ഏറ്റവും ലാസ്റ്റിൽ വരുന്ന മീനിങ് ആണ് സത്യത്തിൻ്റെ. സത്യ, സച്ച്. അപ്പോൾ അതിൻ്റെ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ഹമേശ സത്യ ബോൽനാ ചാഹിയേ. ഓക്കെ, ഹമേശ സത്യ ബോൽനാ ചാഹിയേ എന്ന് എഴുതാം. സെക്കൻഡ് വൺ സൃഷ്ടി. സൃഷ്ടി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? സൃഷ്ടി ജഗത്താണ് അല്ലേ, ലോകം. സൃഷ്ടി ജഗത്ത്. അപ്പോൾ അതിൻ്റെ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ കി സൃഷ്ടി അൻമോൽ ഹേ. ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അമൂല്യമാണ്. സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഓക്കെ, വേഗം പഠിക്കാൻ പറ്റും. തേർഡ് വൺ പർവ്. പർവ് എന്ന് വെച്ചാൽ എന്താണെന്ന് മിസ്സ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ത്യോഹാർ. പർവ്, ത്യോഹാർ. അപ്പോൾ പർവ് മനാനെ മേ ആനന്ദ് ആത്താ ഹെ. പർവ് ആഘോഷിക്കുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ പ്രാണിദയ. പ്രാണിദയ എന്ന് പറഞ്ഞാൽ ജീവദയ അല്ലേ, ജീവജാലങ്ങളോടുള്ള ദയ. പ്രാണിദയ ഉത്തമ ധർമ്മ ഹെ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്നാണ് ജീവജാലങ്ങളോടുള്ള ദയ, കരുണം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് മിഷ്ഠാന്. മിഷ്ഠാന് എന്ന് പറഞ്ഞാൽ മീഠാ ഭോജൻ അല്ലേ, മീഠാ ഭോജൻ, മധുരമുള്ള ഭോജനങ്ങൾ, പലഹാരങ്ങൾ. അപ്പോൾ മീഠാ ഭോജൻ. ത്യോഹാരോं के अवसर पर മിഷ്ഠാന് ബൻതേ ഹേ അല്ലെങ്കിൽ ബനാത്തേ ഹേ. ഈ ആഘോഷങ്ങൾ വരുമ്പോഴാണ് മിഷ്ഠാന്ന ഭോജനം കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസേഴ്സ്. അത് മിസ് തരും. ഇനി തൊട്ട് താഴെയുള്ള വലിയൊരു പാരഗ്രാഫ് ഉണ്ട്, അത് ശ്രദ്ധിക്കാം.